കനത്ത മഴയിൽ മുങ്ങി നെയ്യാറ്റിൻകരയിലെ കൃഷിയിടങ്ങൾ. മരുതത്തൂർ ഏലായിൽ മാത്രം 50 ഹെക്ടർ വെള്ളത്തിനടിയിലായി. തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന തോരാമഴയിൽ നെയ്യാറ്റിൻകരയിലെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. അമരവിള, കണ്ണൻകുഴി, ഉദയൻകുളങ്ങര, ചെങ്കൽ, വ്ളാത്താങ്കര മേഖലയിലാണ് കൂടുതൽ കൃഷിനാശം. വെള്ളം കയറി പച്ചക്കറികളെല്ലാം നശിച്ചു. ഒരു ദിവസം കൂടി വെള്ളം കെട്ടിനിന്നാൽ പച്ചക്കറികൾ അഴുകിത്തുടങ്ങും. വാഴക്കൃഷി നടത്തുന്ന കർഷകരും ദുരിതത്തിലാണ്. വെള്ളം കെട്ടിനിന്ന് മൂടഴുകിയാൽ വാഴക്കൃഷിയും നശിക്കും. പ്രാഥമികമായി നെയ്യാറ്റിൻകരയിൽ മാത്രം 250 ഹെക്ടറിലധികം കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലാണെന്നാണ് റിപ്പോർട്ട്. കനത്ത മഴയിൽ 500-ലധികം വാഴകളും നശിച്ചിട്ടുണ്ട്. നിലവിൽ നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ടെങ്കിലും കൂടുതൽ ഉയർത്തിയാൽ വെള്ളം കൂടുതലായി കയറുമെന്ന ആശങ്കയിലാണ് കർഷകർ. കാലാകാലങ്ങളിൽ കൃഷിനാശത്തിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി പോകുന്നുണ്ടെങ്കിലും നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും പരാതി ഉയരുന്നു. 10,000 കർഷകരുണ്ട്. പല ഭാഗത്തും പാട്ടങ്ങളെടുത്താണ് ഓരോ കർഷകരും കൃഷി ചെയ്യുന്നത്. ആ നഷ്ടങ്ങൾ നികത്താൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇതും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇതുപോലെ കെടുതി വരുമ്പോൾ പല പ്രാവശ്യങ്ങളും ഞങ്ങൾ അപേക്ഷകളും പലതും കൊടുത്തിട്ട് ഒരു ഇതും ഉണ്ടാകാത്ത രീതിയിലാണ്. വലിയ കഷ്ടപ്പെട്ടാണ് ഇവിടുത്തെ കർഷകർ ജീവിക്കുന്നത്. ഇന്ന് 11 മണിക്ക് ശേഷം മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴ തുടർന്നാൽ കർഷകരുടെ കാര്യം ആശങ്കയിലാകും.